അമേരിക്കയിൽ നടന്ന ചില സുപ്രധാന ചർച്ചകൾ, അത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ചർച്ചയാണ്. ആ ചർച്ചയിൽ പങ്കെടുത്തത് സ്റ്റീവ് വിറ്റ്കോഫ്, അതുപോലെ മൈക്ക് ഹക്കബേ. മൈക്ക് ഹക്കബേ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ വരാൻ പോകുന്ന അംബാസിഡർ, ഇപ്പൊ നിലവിലെ അംബാസിഡർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അമേരിക്കയിൽ നിന്നും നിയമിക്കപ്പെട്ട ഇസ്രായേലിന് വേണ്ടിയിട്ടുള്ള അംബാസിഡർ. ഇവരെല്ലാവരും കൂടെ ചേർന്ന് ട്രംപുമായിട്ടൊരു മീറ്റിംഗ്. ആ മീറ്റിംഗിൽ ഉടനീളം, ചർച്ചയിൽ ഉടനീളം പറഞ്ഞു വന്ന കാര്യങ്ങൾ. അപ്പൊ ആ കാര്യങ്ങൾ, അതായത് ഫർദർ ഇസ്രായേലിന്റെ ഡെവലപ്മെന്റ് എങ്ങനെ ഈ ഒരു തീവ്രവാദത്തിനെ ചെറുത്ത് തോൽപ്പിക്കാൻ പോകുന്നത്, കാരണം ഈ ഫ്യൂച്ചർ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടുമായിട്ടാണ് സംസാരിച്ചത്. ആ ചർച്ചയിൽ ഉടനീളം ട്രംപിന്റെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളതാണ് അതിൽ ഉടനീളം ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പൊ അതിൽ ചില സുപ്രധാന പോയിന്റുകൾ വന്നിട്ടുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടും വളരെ നിർണായകമായിട്ട് ട്രംപ് നോക്കിക്കാണുന്നത് സൗദി അറേബ്യയുടെ റോളാണ്. അതിൽ ഞാൻ പറഞ്ഞ ഇവാൻസ് എന്ന് പറഞ്ഞ വ്യക്തിയില്ല, ഇവാൻസ് എന്ന് പറഞ്ഞ വ്യക്തി ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഈ ജൂവിഷ് സമൂഹത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അമേരിക്കൻ സെനറ്റിനുള്ളിൽ നല്ല രീതിയിൽ സ്വാധീനം ചെലുത്താൻ കേപ്പബിലിറ്റി ഉള്ള ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ് ഇവാൻസ്. ഈ സംഘടനയുടെ പേരെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് ഓഫ് സിയോൺ എന്നാണ്. ഇപ്പൊ ഈ FOZ എന്നാണ് ഇതിനെ വിളിക്കപ്പെടുന്നത് ഷോർട്ട് ഫോം ആയിട്ട്. ഈ FOZ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ് ഈ ഒരു ഇവാൻസ്. ഇസ്രായേലിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് അവിടെ ഡിസ്കഷനിൽ ഏർപ്പെട്ടത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അമേരിക്കയുടെ ഉള്ളിൽ എത്രത്തോളം ഈ ഒരു ജൂവിഷ് കമ്മ്യൂണിറ്റിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കപ്പെടുന്നത്. കാരണം ഈ ട്രംപ് ഇനോഗ്രൽ സെറമണി നടത്തിയ ആ ഒരു മൊമെന്റിൽ തന്നെ, ആ സെയിം ഡേ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ അവർ ഓപ്പൺ ചെയ്തു എന്നുള്ളതാണ്. വേറെ ഒന്നിനും വെയിറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് നെക്സ്റ്റ് സിറ്റിംഗ് അതാണ്. അപ്പൊ ആ രീതിയിൽ ആ ഒരു വിശദമായ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഇവാൻസ് ആണ് ഈ സബ്ജക്ട് ഓപ്പൺ ചെയ്തത്. ഇവാൻസ് പറഞ്ഞത് ഇസ്രായേൽ നോട്ട് സാറ്റിസ്ഫൈഡ്. ഇസ്രായേൽ ഇത്രത്തോളം ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ എത്തിയിട്ടും ഒരു നെഗോസിയേഷൻ ഡീൽ അത്രമാത്രം സക്സസ്ഫുൾ ആയില്ല എന്നുള്ള ഒരു വിലയിരുത്തലാണ് ശരിക്കും പറഞ്ഞാൽ ആ ഇവാൻസ് പങ്കുവച്ചത്. മൈക്ക് ഹക്കബേ എന്ന് പറഞ്ഞാൽ വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഹെറിറ്റേജ് ലാൻഡുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത രീതിയിലുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു മൈക്ക് ഹക്കബേ. അപ്പൊ അതുകൊണ്ടാണ് ഈ മൈക്ക് ഹക്കബേയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ജുദേയ സമാരിയ എന്ന് പറഞ്ഞ വെസ്റ്റ് ബാങ്ക് അനക്സേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പൊ ഈ മൈക്ക് ഹക്കബേയും ഇതേപോലെ തന്നെ ഒരു ആശയം ഉന്നയിച്ചു. പക്ഷേ ഇത് രണ്ടുപേരും ചെറുതായിട്ടൊന്ന് കോൺട്രാഡിക്ട് ചെയ്യേണ്ടി വന്നു. അത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ ഒരു അനക്സേഷനെ ചൊല്ലിയിട്ടാണ്. കാരണം ഇപ്പൊ തൽക്കാലമുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ അന്തരീക്ഷം അനുസരിച്ച് ആണ് ട്രംപ് പ്രപ്പോസ് ചെയ്യുന്നത് കാര്യം. അപ്പൊ ഇവാൻസ് അതിൽ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, ഇവാൻസ് ശരിക്കും പറഞ്ഞാൽ ബൈഡൻ ഭരണകൂടം ശരിക്കും ഇസ്രായേലിന്റെ പ്ലാനുകളെല്ലാം തകർത്തെറിയുന്ന രീതിയിലുള്ള തീരുമാനങ്ങളാണ് എടുത്തുകൊണ്ടിരുന്നത്. ഇസ്രായേൽ എടുക്കുന്ന ഒരു ആക്ഷൻ പ്ലാനും നടത്താൻ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ സമ്മതിച്ചില്ല എന്നുള്ളത് വളരെ ഓപ്പൺ ആയിട്ട് ഈ FOZയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു ഇവാൻസ് വളരെ ശക്തമായിട്ട് പറയുകയുണ്ടായി. അതായത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഇസ്രായേലിന്റെ ഒരു നടപടികളും ചെയ്യാൻ അനുവദിച്ചില്ല എന്നുള്ളതാണ് വളരെ ക്ലിയർ കട്ടായിട്ട് പുള്ളി പറയുകയുണ്ടായി. പറഞ്ഞപ്പോഴത്തേക്ക് അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് പറഞ്ഞത് ഇറാന്റെ ഓയിൽ പാടങ്ങൾ, ഇറാന്റെ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കാൻ വിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ പരാജയമായിട്ട് ഇസ്രായേൽ കാണുന്നത്. കാരണം ഇസ്രായേൽ മറ്റുള്ള എല്ലാ മേഖലകളിലും സക്സസ് ആണ്. ഹിസ്ബുള്ളയെ ഒരു സൈഡിൽ അടിച്ച് ഒതുക്കി ഡിഫീറ്റ് എന്നുള്ള നിലയിലാക്കി തീർത്ത് അവർക്ക് ആ ഒരു പേജർ അറ്റാക്ക് മുതൽ കൊടുത്തതിൽ ഒരു രീതിയിലും അവർക്ക് തിരിച്ച് എണ്ണീറ്റ് വരാൻ പറ്റാത്ത രീതിയിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ മേളിൽ കാഴ്ചവെച്ചത്. അതിന്റെ തലപ്പത്തിരുന്ന നസറുള്ള ആയിക്കോട്ടെ, അതേപോലെ തന്നെ അതിന് തുടരെ അവർ പ്രഖ്യാപിക്കാതെ രീതിയിൽ ഇരുന്ന സഫിയുദ്ദീൻ വരാനിരുന്ന സഫിയുദ്ദീനെയും അടിച്ച് തൂഫാനാക്കിയിട്ടാണ് ഇസ്രായേൽ പറഞ്ഞാൽ ആ ഒരു ഹിസ്ബുള്ളയെ ഒരു മൂലയിൽ ഒതുക്കിയിരുത്തിയത്. ഹിസ്ബുള്ളയുടെ ഭാഗത്ത് ഇസ്രായേലിന്റെ സക്സസ് ഉണ്ട്. അതേപോലെ സിറിയയുടെ ഭാഗത്ത് അസാദ് ഒളിച്ചോടി പോയത്, ഹമാസ് ഐസൊലേറ്റ് ചെയ്യപ്പെട്ടത്. ഹമാസ് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ തറ പറ്റിച്ച ലെവലിലാണ് ഹമാസിനെ ഒതുക്കി ഒരു മൂലയിൽ ഇരുത്തിയത്. ഇപ്പൊ 4-5 പേര് ഏതോ മാളത്തിൽ നിന്ന് ഇങ്ങനെ മാസ്ക് ഇട്ടുകൊണ്ട് പൊന്തി വന്നതെന്നുള്ള പറഞ്ഞിട്ട് അതൊരു വലിയ കാര്യമൊന്നുമില്ല. ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ ഇറങ്ങി നടക്കുന്ന ഒരു സമയത്ത് പോലും ഹമാസിന് പൊങ്ങി വരാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതിനകത്ത് ഹമാസിനൊന്നും യാതൊരു റോളും ഇല്ല എന്നുള്ളതാണ്. അവരൊക്കെ ഡെഡ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഹമാസ് ഇങ്ങനെ തോക്കം പിടിച്ചോണ്ട് ഇങ്ങനെ മോൺസ്റ്ററിനെ പോലെ ഇങ്ങനെ തലയ്ക്കകത്ത് തുണി ഇട്ടുകൊണ്ട് ഇങ്ങനെ വരുന്നത് എന്ത് കാരണം കൊണ്ടാണ്? ഉറപ്പുണ്ട് അല്ലെ, സീസ് ഫയർ ഡീലാണ്. സീസ് ഫയർ ഡീല് സാധ്യമായിരിക്കുന്നു. നമ്മൾ ഇനി ബന്ദികളെ വിടാൻ പോവാണ്. നമ്മളെ ആരും അടിക്കാനും ഉപദ്രവിക്കാനൊന്നുമില്ല, പിന്നെ ധൈര്യമായിട്ട് പോവാല്ലോ. അപ്പൊ എപ്പോഴും പോലത്തെ ഇവരുടെ ആ ഒരു ഈ യുദ്ധമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഇവർ നടത്തുന്ന ഒരു റാലി ഉണ്ട്, ഭയങ്കര റാലിയാണ്. അപ്പൊ ബോംബൊന്നും വരില്ല എന്ന് അവർക്ക് അറിയാം. അപ്പൊ ആ രീതിയിലുള്ള റാലികൾ നടത്തുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും ബോംബ് വീടില്ല, സീസ് ഫയർ ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ആ റിലീസിന് അങ്ങനെ ഷോ കാണിക്കാൻ വേണ്ടി വന്നത്. കുറച്ച് ആൾക്കാരൊക്കെ ഞാൻ കമന്റ് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്, അതായത് അവര് ഒരു പോറൽ പോലും ഏൽപ്പിച്ചില്ല, ഭയങ്കരമായിട്ട് സംരക്ഷിച്ചു, സേഫ് ആയിട്ട് റിട്ടേൺ ചെയ്തു. എന്താണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് തന്നെ ഇത് തീവ്രവാദമാണ്. അവർ വന്ന് വീട്ടിൽ നിന്ന് ഇവര് ഈ 3 ലേഡീസ് ഒന്നും അവരുടെ വീട്ടിനകത്ത് വിരുന്നിന് പോയ ആൾക്കാരല്ല. അവരെ അവരുടെ വീട്ടിൽ നിന്ന് വലിച്ചഴിച്ച് എടുത്തുകൊണ്ട് പോയതാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ റബ്ബിഷ് ആയിട്ടുള്ള ബിഹേവിയർ.
ഇതിൽ കൂടുതൽ എന്താണ് ഇൻഹ്യൂമൻ ആയിട്ട് ഒരു മനുഷ്യന് ബിഹേവ് ചെയ്യാൻ പറ്റുക? ഇതുപോലെയുള്ള ഡയലോഗുകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരുന്നെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം. ഇത് ഫസ്റ്റ് ഫേസ് ആണ്. ഹമാസ് ഒരിക്കലും അതീവ ഡാമേജ് ആയിട്ടുള്ള ബോഡീസോ അല്ലെങ്കിൽ ഡാമേജ് ആയിട്ട് മേടിച്ച അവിടെ പ്രതികരിച്ച ആണുങ്ങളുണ്ടാവും, അവിടെ നല്ല രീതിയിൽ ഇടി മേടിച്ച് കൂട്ടിയ ആൾക്കാരൊക്കെ ഉണ്ടാവും അവിടെ. മനസ്സിലായോ? അവരെ ഒന്നും ആദ്യം കൊണ്ട് കൊടുക്കത്തില്ല. അവരെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവരെന്താണോ ചെയ്തത്, ഈ ഒരു ക്രൂരകൃത്യങ്ങളൊക്കെ ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെളിയിൽ വരും. അങ്ങനെ പുറത്ത് വരുമ്പോഴത്തേക്കും അത് ഹമാസിന്റെ ഒരു വാല്യൂവിനെ ഡാമേജ് ചെയ്യും. അതുകൊണ്ട് അവർ ക്ലീൻ കണ്ടീഷനിലുള്ള നല്ല ഗുഡ് കണ്ടീഷനായിട്ട് ഇരിക്കുന്ന ആൾക്കാരെ ആയിരിക്കും ആദ്യം അവർ റിലീസ് ചെയ്യുന്നത്. അത്രയും മനസ്സിലാക്കിയാൽ മതി ഇതിനകത്ത്. അല്ലാതെ ഇതിനകത്ത് ഹമാസ് ഒന്നും ചെയ്തില്ല, പുണ്യപ്രവർത്തനമാണ് അവർ ചെയ്തത് എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനത്തിന്റെ ആവശ്യമൊന്നുമില്ല. പിടിച്ചോണ്ട് പോകുന്ന പറഞ്ഞാൽ അത്രമാത്രം വൃത്തികെട്ട പരിപാടി വേറെ എവിടെയെങ്കിലും ഉണ്ടാകും? നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളെ വലിച്ചഴിച്ച് ആൾക്കാർ കൊണ്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ? ഞങ്ങൾ അഥവാ എണ്ണപ്പാടങ്ങൾ ആക്രമിച്ചിരുന്നെങ്കിൽ സംഭവിക്കുന്നത് വേറെയാണ്. എന്താണ്? ഇന്ന് ഇറാനിൽ ഒരു ആഭ്യന്തര കലഹം അഥവാ ഒരു സിവിൽ വാർ അവിടെ പൊട്ടിപ്പുറപ്പെട്ടേനെ. കാരണം നമ്മൾ എണ്ണപ്പാടങ്ങൾ ആക്രമിച്ചു കഴിയുമ്പോഴത്തേക്കും സ്വമേധയായിട്ട് അവിടുത്തെ ജനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൂടി ഈ ഒരു മതഭരണകൂടത്തിനെതിരെ അവർ തിരിഞ്ഞേനെ. കാരണം 79 മുതൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പീഡനമാണ് ഈ ഒരു മതഭരണകൂടം എന്ന് പറയുന്നത്. അപ്പൊ അതിനെതിരെ ആൾക്കാർ തിരിഞ്ഞ് അവിടെ പ്രൊട്ടസ്റ്റ് ഉണ്ടായി. അവിടെ ഒരു റെജീം ചേഞ്ച് തന്നെ ചിലപ്പോൾ സാധ്യമായേനെ. സിറിയയിൽ എന്താണ് സംഭവിച്ചത് അതുപോലെ തന്നെ അവിടെ സാധ്യമായേനെ. പക്ഷെ അതിന് ബൈഡൻ ഭരണകൂടം ഞങ്ങളെ അനുവദിച്ചില്ല എന്നുള്ളൊരു പരാതിയാണ് അവിടെ രേഖപ്പെടുത്തിയത്. പക്ഷെ ഇത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവിടെ എണ്ണപ്പാടങ്ങൾ ആക്രമിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അവിടെ ഒരു കലാപം ഉണ്ടായേനെ. ഇപ്പൊ തന്നെ ഇറാന്റെ ഉള്ളിൽ പല രീതിയിലുള്ള കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജഡ്ജിമാരെയൊക്കെ വെടിവെച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. കോർട്ടിനുള്ളിലൊക്കെ കയറിയ വെടിവെക്കാണ്. അതൊക്കെ പ്രത്യേകമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഈ ബൈഡൻ ഗവൺമെന്റ് എന്തുകൊണ്ടോ അതിനെ തടയുകയാണ് ചെയ്തത്. ഹമാസ് ഡീലിനെ പോലും ഇസ്രായേൽ അത്രമാത്രം കൺസേൺ ആയിട്ട് കരുതുന്നില്ല. കാരണം താൽക്കാലിക വെടിനിർത്തലാണ് ഈ ഒരു ഗാസയിൽ നടക്കുന്നത്. ഏത് നേരത്തെ വേണമെങ്കിലും അവർക്ക് റീസ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. ബൈഡൻ ഈ ഒരു തടഞ്ഞത്, ഇറാന്റെ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കാൻ പോയ ഇസ്രായേലിനെ തടഞ്ഞതാണ് ഇസ്രായേലിന് ഏറ്റവും വലിയ ക്ഷീണം ചെയ്തതായിട്ട്, ഈ ഒരു യുദ്ധത്തിൽ ക്ഷീണം ചെയ്തതായിട്ട് ഇസ്രായേൽ രേഖപ്പെടുത്തുന്നത്. ഇതാണ് ഇസ്രായേലിന്റെ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട്. അല്ലാതെ ഈ സീസ് ഫയർ ഡീല് ഇസ്രായേലിനെ യാതൊരു വിധത്തിലും ബാധിക്കുന്ന കാര്യമല്ല. അതിനവർ ഹാപ്പിയാണ്. കാരണം ഈ സീസ് ഫയർ ഡീലിൽ ഇങ്ങനെ എത്തിച്ചത് ഇറാനെയും കൂടെ അറ്റാക്ക് ചെയ്തിട്ട് നടത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഹാപ്പി ആയേനെ. അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നവർ. സീസ് ഫയർ ഡീലിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 2000+ കുറ്റവാളികളെ വിട്ടുകൊടുക്കുന്നതാണ്. ഈ ഒരു കേസ് മാത്രമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഈ സീസ് ഫയറിൽ വേദന ഉണ്ടാക്കുന്നത്. പക്ഷേ മറ്റൊരു സൈഡിൽ ഈ ബന്ദികൾ വരുമ്പോഴത്തേക്കും അവരുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന സന്തോഷം, അവർ ഒരുപാട് നാൾ പിരിഞ്ഞിരുന്നിട്ട് കാണുന്നതിനായുള്ള 472 ദിവസം 471 ദിവസം കഴിഞ്ഞുള്ള ആ ഒരു റീയൂണിയൻ, ഇതൊക്കെ അവിടെ വളരെ ഹാപ്പി ആയിട്ട് ആൾക്കാർ ആഘോഷിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ഉള്ളിൽ ശരിക്കും നല്ല രീതിയിൽ ഹാപ്പി മൊമെന്റ്സ് ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളെല്ലാം ഹാപ്പിയാണ്. ഇതാമിർ ബെൻഗിവർ രാജിവെച്ചു. കാരണം അയാൾ ഒരു നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറാണ്. ഒരു നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അജിത് ഡോവലിന്റെ ആ ഒരു പൊസിഷൻ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് ഇതാമിർ ബെൻഗിവർ. അപ്പൊ അയാൾക്ക് ഒരു അഭിമാനത്തിന് ക്ഷതമേറ്റതുപോലെയാണ് അയാൾ വിചാരിച്ചത്. കാര്യം വേറെ ഒന്നുമില്ല, ഞാൻ നാഷണൽ സെക്യൂരിറ്റി ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ഇത്രയും ക്രിമിനലുകളെ, ഇത്രയും കുറ്റവാളികളെ വിട്ടുകൊടുക്കുകയോ? അപ്പൊ അത് ഒരിക്കലും സാധ്യമല്ല. എന്റെ പേരിൽ അത് നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി രാജിവെച്ചത്. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് ഈ ഒരു സീസ് ഫയർ ഡീലിനെ മുതലെടുത്തുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇറാനെ ഒരു രീതിയിൽ കോർണറൈസ് ചെയ്യുക. 42 ദിവസം എന്ന് പറഞ്ഞ ഈ ഒരു ഫസ്റ്റ് ഫേസ് സീസ് ഫയർ ഡീൽ നിലനിൽക്കെ ഏറ്റവും കൂടുതൽ സുന്നി പവർ രാജ്യങ്ങളുമായിട്ട് നെഗോസിയേഷൻ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സുന്നി പവർ രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് സൗദി അറേബ്യയാണ് എയിം ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഓൾറെഡി ചില പ്രാഥമികമായിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ നടന്നിട്ടുണ്ട്. ആ ഡിസ്കഷനിൽ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഇവാൻസ് രേഖപ്പെടുത്തിയത് സൗദി പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ, പുള്ളി വളരെ തീവ്ര നിലപാടുള്ള ആളാണ്. അതായത് തീവ്രവാദത്തിനെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്ന ആളാണ്. സൗദി അറേബ്യക്കുള്ളിൽ പോലും ഈ ഒരു തീവ്രവാദം വരാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. കാരണം അയാൾ ഈ തീവ്രവാദം എന്ന് കഴിഞ്ഞാൽ കസാരകൾ തെറിക്കുമല്ലോ. അതിൽ ഉപരിയായിട്ട് ഒരു പ്രോ ഇസ്രയേലി ആണെന്നാണ് പുള്ളി പറഞ്ഞു വെച്ചത്. ഇസ്രായേലിന്റെ ഉള്ളിലുള്ള ചില ജൂതന്മാരെക്കാളും ഏറ്റവും കൂടുതൽ പ്രോ ഇസ്രയേലി ആണ് MBS എന്നാണ് പുള്ളി പറഞ്ഞു വെച്ചത്. ഇതൊരു വല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ എന്തായാലും പുള്ളി അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ പാലസ്തീനിയൻസ് ആർ വേസ്റ്റിംഗ് അവർ മണി എന്നാണ് MBS അഭിപ്രായപ്പെട്ടതായിട്ട് പറയുന്നത്. അതായത് ഈ പാലസ്തീനികൾ ഞങ്ങളുടെ പൈസ മൊത്തം നശിപ്പിക്കുകയാണെന്നുള്ള രീതിയിലുള്ള അഭിപ്രായമാണ് MBS രേഖപ്പെടുത്തിയതായിട്ട് പറയുന്നത്. ട്രംപ് ഏറ്റവും കൂടുതൽ ഈ ഒരു സാഹചര്യത്തിൽ ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ സൗദി അറേബ്യ നോർമലൈസേഷൻ ആണ്. അത് മാത്രമല്ല സുന്നി രാജ്യങ്ങളുമായിട്ട് എല്ലാം തന്നെ ഒരു ഇസ്രായേൽ റിലേഷൻഷിപ്പ് നോർമലൈസ് ചെയ്യാനുള്ള ഒരു ഏർപ്പാടാണ് ട്രംപ് നോക്കുന്നത്. അപ്പൊ ഇതില് പല രീതിയിലുള്ള നെഗോസിയേഷൻസിന് സാധ്യത വരുന്നുണ്ട്. ഇറാൻ പല രീതിയിലുള്ള ടെക്നിക്കുകളും ടാക്ടിക്സും അനൗൺസ്മെന്റും പ്രഖ്യാപനങ്ങളും ട്രംപിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും അതിനൊരു ബാലൻസ് പവറായിട്ട് നിർത്തിക്കൊണ്ട് സൗദി ഒരു രീതിയിൽ വഴങ്ങുന്നത് വരെ ഇറാനെ ഒന്നിങ്ങനെ നിർത്തിയിരിക്കും. സൗദി ഒന്ന് ഓക്കെ ആയി എല്ലാം ഓയിൽ ഡീലും കാര്യങ്ങളെല്ലാം പെട്രോൾ ഡോളർ എല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ, ഇസ്രായേലുമായിട്ടുള്ള നോർമലൈസേഷൻ എല്ലാം നടന്നു കഴിഞ്ഞാൽ ഇറാൻ ഒരു മൂലയിൽ ഒതുക്കപ്പെടും. അത് ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ ഞാൻ ഇന്നലെ ഒരു വാർത്ത കണ്ടായിരുന്നു ഇതേപോലെ ഈ ഒരു ലാൻഡ്, അതായത് ഇന്തോനേഷ്യയിൽ ഒരു സ്പെഷ്യൽ ഏരിയ, ഒരു സോൺ പർച്ചേസ് ചെയ്തിട്ട് അവിടെ കൊണ്ട് ഈ പാലസ്തീനികളെ അവിടെ താമസിപ്പിക്കാം, ഒരു പുതിയ പാലസ്തീൻ സ്റ്റേറ്റ് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞത്. അതൊന്നും പ്രാക്ടിക്കൽ അല്ല. കാരണം
അത് വേണമെങ്കിൽ ചില ആൾക്കാർ ഇപ്പൊ നിങ്ങൾ പലസ്തീനുകൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ഐലൻഡ് മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പോയി താമസിക്കുമായിരിക്കും ആൾക്കാർ. അത് വേറെ പല ആവശ്യങ്ങൾക്ക് അവർ ഉപയോഗിക്കുമായിരിക്കും. ഇന്തോനേഷ്യയിലാണ് അവർ ദ്വീപ് പിന്നെ മാനേജ് ചെയ്യാൻ പോകുന്നതാണ് കേട്ടത്. പക്ഷേ അതിൽ എത്രമാത്രം ഇതുവരെ അതിന്റെ ഫാക്ച്വൽ ഡേറ്റാസ് ഒന്നും വെളിയിൽ വന്നിട്ടില്ല. പിന്നെ രണ്ടാമത് ഞാൻ പറയുന്ന കാര്യം, ഇത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് മാറിപ്പോയി താമസിച്ചാൽ തീരുന്ന പ്രശ്നമല്ല. ഇത് ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ എന്താണെന്നുള്ള അതിന്റെ കോർ ഐറ്റം മനസ്സിലാക്കണം. ഇത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഗാസ സ്ട്രിപ്പിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിച്ചാൽ പോരെ. ജോർദാന്റെ ബോർഡറിലൊക്കെ ഒരുപാട് സ്ഥലമുണ്ട്, വെറും ഡെസേർട്ടാണ്, വെറുതെ കിടക്കാണ്. അപ്പൊ ഇത് ഒരു സ്ഥലത്ത് നിന്ന് മാറി താമസിച്ചാൽ തീരുന്ന പ്രശ്നമല്ല. ഇതിനകത്ത് ഈ ജിയോ പൊളിറ്റിക്സോ അല്ലെങ്കിൽ സ്ഥലമോ ലാൻഡ് തർക്കമോ സ്വത്ത് തർക്കമോ മാത്രമല്ല ഇതിനകത്തുള്ളത് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇത് റിലീജിയൻ ഇഷ്യൂ ആണ്. ഇവിടെ റിലീജിയസ് ഇഷ്യൂ ആണ്. അവിടെ ഒരുപാട് ബ്രിഗേഡുകളുണ്ട്. കുത്സ് ബ്രിഗേഡ്. എന്താണ് അൽ കുത്സ് ബ്രിഗേഡ്? ഈ കുത്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ജെറുസലേം ആ ഒരു ടെമ്പിൾ മൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ എൻട്രൻസ് ഭാഗത്ത് ഒരു സൈഡിൽ ഇരിക്കുന്നതാണ് ഈ അൽ കുത്സ് മോസ്ക്. ഈ അൽ കുത്സ് മോസ്കിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതിന്റെ ഒരു ദൗത്യത്തോടു കൂടിയാണ് ഈ പേരിട്ടിരിക്കുന്നത്, അൽ കുത്സ് ബ്രിഗേഡ് എന്ന് പറഞ്ഞ്. അവരുടെ പ്രധാന ദൗത്യം എന്ന് പറഞ്ഞാൽ ഈ ആരാധനാലയത്തിൽ എന്തെങ്കിലും സംഭവിക്കുക, ഇസ്രായേൽ ഒരു പക്ഷേ ഈ ആരാധനാലയം പിടിച്ചടക്കുന്നു, അവരുടെ സിനഗോഗ് പണിയാൻ വേണ്ടി വരുന്നു എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവിടെയുള്ള ബ്രിഗേഡുകളെല്ലാം ഇവിടെ വരും. ഇവര് ഈ ഒരു അലക്സ മോസ്കിനെ തന്നെ ചുറ്റിപ്പറ്റി താമസിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അവരിത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ താമസിക്കുന്നത്. അല്ലാണ്ട് അവര് പിന്നെ ഇന്തോനേഷ്യയിൽ പോയി താമസിക്കുമോ? അവിടെ നിന്ന് എങ്ങനെയാണ് ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഇതിന്റെ ചില കോർ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ ആ ലാൻഡോട് ചേർന്ന് നടക്കുന്ന ചില എസെൻസ് ആണ്. ഇതൊന്നും എടുത്ത് മാറ്റാൻ പറ്റില്ല. അങ്ങനെ അവിടെ നിന്ന് പാലസ്തീനെ എടുത്ത് പറിച്ചുകൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ട് വെക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ തായബെർദോവനൊക്കെ കണ്ടോണ്ടിരിക്കുമോ? നിങ്ങൾ വിചാരിക്കുന്ന പാലസ്തീനിലുള്ള ആൾക്കാരൊക്കെ അവിടെ പാലസ്തീനികളായിട്ടുള്ള അവിടുത്തെ അറബുകളാണെന്ന്? ഒരിക്കലും ഇല്ല. അവരൊക്കെ ഓട്ടമൻസ് ആണ്. ഈ ഓട്ടമൻ എംപററിന്റെ കാലഘട്ടത്തിൽ അവിടെ വന്ന് താമസിച്ച ഇപ്പോഴും അവരുടെ തുർക്കിഷ് ഭാഷയിലുള്ള ഒറിജിനൽ ആയിട്ടുള്ള ആൾക്കാരാണ് ആ പാലസ്തീന്റെ പ്രത്യേകിച്ചും വെസ്റ്റ് ബാങ്കിന്റെ ഭാഗത്ത് മൊത്തം ചുറ്റിപ്പറ്റി താമസിക്കുന്നത്. അങ്ങനെ എളുപ്പത്തിൽ ഒരു ദ്വീപ് മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പോയി താമസിക്കുന്നു വിചാരിക്കരുത്. വേണമെങ്കിൽ ആ ദ്വീപിൽ നിന്ന് അവർ പുതിയ തീവ്രവാദ സംഘടനകളെ ഉണ്ടാക്കി അവിടെ നിന്ന് ഇന്തോനേഷ്യയിലേക്ക് ഒരുപാട് മുസ്ലിംസ് ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. അപ്പൊ അവിടെ നിന്നൊക്കെ കൂടുതൽ ആൾക്കാരെ ഹയർ ചെയ്യുകയും കൂടുതൽ ആൾക്കാരെ അവര് ഇവരുടെ MB ഐഡിയോളജി കുത്തിവെച്ച് അതിലേക്ക് ഇവർ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോയി ആ രീതിയിൽ അവർ അവിടെ ചെന്ന് ഫൈറ്റ് ചെയ്യിപ്പിക്കും. അല്ലാതെ അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യും ആൾക്കാരെ എങ്ങോട്ട്? ഈ ഒരു ജെറുസലേമിലോട്ട്. ആ രീതിയിലെ കാര്യങ്ങൾ നടക്കുള്ളൂ. അല്ലാതെ ഇതൊന്നും നിങ്ങൾ നിസ്സാരമായിട്ട് ഒരു ദ്വീപ് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. ആദ്യം ഇതിന്റെ ഐഡിയോളജി മനസ്സിലാക്കണം. എന്താണ് അവരുടെ കോർ ഐറ്റംസ്? കാരണം അവരുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട 2 ഐറ്റം അവിടെ കിടക്കുകയാണ്. ഒന്ന്, ഈ ഒരു മോസ്കിനെ പ്രൊട്ടക്ട് ചെയ്യുക, അലക്സ. അവർ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഈ ഒരു മിറാജ് എന്ന് പറഞ്ഞ മിറാജ് എന്ന് പറഞ്ഞ ലോകത്തിലുള്ള എല്ലാ മുസ്ലിംസും ആചരിക്കുന്ന മിറാജ് എന്ന് പറഞ്ഞ പ്രോഫറ്റ് മുഹമ്മദ് പാരഡൈസ് ജേണി നടത്തിയ ബുറാക്ക് എന്ന് പറഞ്ഞ ഒരു വാഹനത്തിൽ കയറി ആകാശത്തിലൂടെ യാത്ര പോയി വന്നു എന്ന് വിശ്വസിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവത്തിന്റെ ഒരു മോണ്യുമെന്റ് ആയിട്ടാണ് കരുതുന്നത് ആ ഒരു അലക്സ മോസ്ക്. പ്രോഫറ്റ് മുഹമ്മദ് പോയിട്ട് നിസ്കാരം എന്ന് പറഞ്ഞ ആ ഒരു പ്രെയർ എന്ന് പറഞ്ഞ ആ ഒരു മെത്തേഡ് ഈ മുസ്ലിംസ് ഒക്കെ ലോകമെമ്പാട് പ്രാർത്ഥിക്കുന്നില്ല. ആ ഒരു പ്രെയർ മെത്തേഡ് കൃത്യമായ എണ്ണത്തിൽ കൊണ്ടുവന്ന് അവിടെ വന്നിട്ടാണ് ഈ ഒരു മിറാജ് യാത്ര കഴിഞ്ഞ് അവിടെ വന്നിട്ട് കിബ്ല മാറ്റി സ്ഥാപിച്ചതാണ്. മക്കയിലോട്ട് സ്ഥാപിച്ച് പ്രഖ്യാപിച്ച് അവിടെ നിന്ന് പ്രാർത്ഥന നടത്തിയ സ്ഥലമായിട്ടാണ് അത് കരുതപ്പെടുന്നത്. അങ്ങനത്തെ ഒരു സ്ഥലം എങ്ങനെയാണ് അവർ വിട്ടെറിഞ്ഞിട്ട് പോവുക? ഇതൊക്കെ പ്രാക്ടിക്കലാണോ? നടക്കുന്ന കാര്യമല്ല. അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ സ്ഥലങ്ങൾ മേടിച്ചു കൊടുത്തെങ്കിൽ കൊടുക്കാം, പക്ഷെ അവർ പോകത്തില്ല. ഐഡിയോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒറ്റ വാക്കിൽ നിൽക്കരുത്. അതിനകത്ത് ഉള്ളിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അവരൊന്നും വേറെ എവിടെയും പോകത്തൊന്നുമില്ല. ഇന്തോനേഷ്യ അല്ല, അവർ ഏത് ഉഗാണ്ടയെ കൊണ്ട് വിട്ടാൽ അവർ പോകത്തില്ല. അവിടെ ആ സ്ഥലം വേണമെങ്കിൽ കൊടുത്താൽ അവർ ബെനിഫിറ്റ് ആയിട്ട് എടുത്തിട്ട് അവിടെ നിന്ന് അവർ തീവ്രവാദം പ്രചരിപ്പിക്കും. വെസ്റ്റ് ബാങ്കിന്റെ ഭാഗത്തുള്ള സ്ഥലമാണ് റമല്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു ഏജൻസി നടത്തിയ സർവേ ആണ് ഹമാസിന്റെ ഒരു പോപ്പുലാരിറ്റി ജനങ്ങളുടെ ഇടയിൽ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട്. ഹമാസിന്റെ പോപ്പുലാരിറ്റി ജനങ്ങളുടെ ഇടയിൽ കുറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 70% ആൾക്കാരും ഈ ഹമാസിനെ എതിർക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പാലസ്തീനികളെല്ലാം ഈ യഹൂദന്മാരെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതോ എന്ന് വിചാരിക്കരുത്. അവരുടെ ഈ ഗാസയ്ക്കുള്ളിൽ ഹമാസിന്റെ ഡോമിനേഷൻ, ഹമാസിന്റെ സപ്പോർട്ട് കുറഞ്ഞിട്ടുണ്ട്. 70% ആൾക്കാരും ഹമാസിനെ പിന്തുണയ്ക്കുന്നില്ല. പക്ഷെ അവരെല്ലാം ഹമാസിനെ പിന്തുണയ്ക്കുന്നില്ല എന്ന് പറഞ്ഞു വെച്ചിട്ട് ഇസ്രായേലിനെ അനുകൂലിക്കുന്നു എന്നുള്ളതിന്റെ അർത്ഥമല്ല. അവർ വിചാരിക്കുന്നത് ഇസ്രായേലിനെതിരെ തന്നെയാണ്. അത് ഡിസ്ട്രോയ് ചെയ്യപ്പെടേണ്ട ഒരു സംഭവമാണെന്നാണ് അവർ കരുതുന്നത്. ഏത്? ഇസ്രായേൽ. ജൂവിഷ് എന്ന് പറഞ്ഞാൽ അത് ജൂവ് എന്ന് പറഞ്ഞാൽ അവൻ നശിപ്പിക്കപ്പെടേണ്ടവനാണെന്നുള്ള രീതിയിലുള്ള കരുതലാണ് ഇവർക്കുള്ളത്. കാരണം ആ രീതിയിലാണ് അവരെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഫണ്ടമെന്റൽ ചിന്ത അവിടുത്തെ ആൾക്കാർക്ക് ഒറ്റൊരു ചിന്തയേ ഉള്ളൂ, അത് ഇസ്രായേലിനെ എതിർക്കുക എന്നുള്ളതാണ്. FOC, ഫ്രണ്ട്സ് ഓഫ് സിയോൺ, അതിന്റെ നേതൃനിരയിലുള്ള മൈക്ക് ഇവാൻസ് പറഞ്ഞാല് അപ്പൊ തൽക്കാലം ഈ ഒരു ജുദയ സമാരിയ ആ ഒരു കോൺസെപ്റ്റ് മാറ്റിവെച്ചിട്ട്
ഇസ്രായേലും പാലസ്തീനുമായിട്ട്, അതായത് ഈ ഒരു വെസ്റ്റ് ബാങ്കിലുള്ള പാലസ്തീനുമായിട്ട് ഒരു പീസ് അഗ്രിമെന്റ് തയ്യാറാക്കുക. ഗാസയെ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. ഗാസയ്ക്ക് സൗദിയെ കൊണ്ട് ഒരു സ്പെഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, ഒരു സെപ്പറേറ്റ് ഓട്ടോണമി ഉണ്ടാക്കിയിട്ട് അതിൽ അവർ റൂളിംഗ് അവരെ കൊണ്ടുവരിക. 2 അജണ്ടയാണ് ഈ ഒരു ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ സൗദിയിൽ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്ന്, വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന പാലസ്തീനിയൻ അതോറിറ്റി ഇല്ലേ, ആ ഒരു പാലസ്തീനുമായിട്ട് ഒരു ഇസ്രായേലിന് ഒരു പീസ് എഗ്രിമെന്റ് ഉണ്ടാക്കുക, നമ്പർ 1. 2, സൗദിയുടെ നേതൃത്വത്തിൽ, അഥവാ സൗദി മാത്രം അല്ലെങ്കിൽ സൗദി ഒരു കൂട്ടായ്മയായിട്ട് ചേർന്നിട്ട് ഒരു സ്പെഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഗാസയ്ക്കുള്ളിൽ ഏർപ്പാടാക്കുക. അതുപോലെ തന്നെ അവർക്കൊരു സ്പെഷ്യൽ ഓട്ടോണമി, അവരുടേതായിട്ടുള്ള ഒരു ലോ, അവരുടേതായിട്ടുള്ള ഒരു ലോ ഇംപ്ലിമെന്റ് ചെയ്ത് ആ ഒരു സ്പെഷ്യൽ ഓട്ടോണമിക്ക്. കാരണം ഈ ഹമാസും പാലസ്തീനിയൻ അതോറിറ്റി ഒന്നും അവിടെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ, പുതിയതായിട്ട് വരുന്ന അഡ്മിനിസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ലോ വേണമല്ലോ. അപ്പൊ ആ ഒരു ലോ, മുസ്ലിം ലോ, ഇസ്രായേലും കൂടെ അഡ്മിനിസ്ട്രേഷനിൽ ഒരു പാർട്ടായിരിക്കും. അപ്പൊ ആ രീതിയിലുള്ള സുപ്രധാന 2 പ്രപ്പോസലുകളാണ് സൗദിക്ക് നേരെ പോകാൻ പോകുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഞാൻ ഫുൾ ആൻഡ് ഫുൾ ഈ വീഡിയോയിൽ പറഞ്ഞു വന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് 2-3 കാര്യങ്ങൾ കൂടെ ഞാൻ ആഡ് ചെയ്തേ ഉള്ളൂ. കാരണം ഞാൻ കേട്ടതിൽ എനിക്ക് കോൺട്രഡിക്ഷൻ ആയിട്ട് തോന്നിയ 2 കാര്യങ്ങളാണ്. ഈ ദ്വീപൊക്കെ മേടിച്ച് ഇവരെ മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അങ്ങനെ പോകുന്ന ആൾക്കാരല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവരെ കുറിച്ചുള്ള റോങ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ആ ജനങ്ങളെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ആ ജനങ്ങളെ ഞാൻ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ജനങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: അവർ ഹമാസ് അല്ല, ആര് വേണമെങ്കിലും വന്നിട്ട്, ഇപ്പൊ ഹമാസിനെ വെറുത്ത് കഴിഞ്ഞാൽ വേറെ ആൾക്കാർ വന്ന് അവിടെ ഭരിക്കും. പക്ഷെ അവർക്ക് എന്തായാലും ആ ഒരു ഇസ്രായേലിനെതിരെയുള്ള നിലപാട് മാറ്റാൻ പാടില്ല. അത് മാറ്റിക്കഴിഞ്ഞാൽ പോയി. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്.